ഹലോ എവരി വൺ. സോ നമ്മൾ ഇപ്പോൾ ഏകദേശം നല്ല അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ പഠിച്ചിരിക്കുന്ന 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 3 ചാപ്റ്റേഴ്സിലും ഏകദേശം ഒരേപോലെ ഉള്ള ഇക്വേഷൻസ് ഫീൽ ചെയ്യുന്ന എന്നാൽ ഡിഫറൻറ്റ് ടോപ്പിക്സ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻസ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഞാൻ വർക്ക് എനർജി പവർ, അതായത് 3 കേസുകളാണ്. ശരിക്കും ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. വർക്ക് എനർജി പവർ ആദ്യത്തെ ടോപ്പിക്ക് ഞാൻ പറയുന്നത് വർക്ക് എനർജി പവർ ആണ്. സോ വർക്ക് എനർജി പവറിൽ ഏതാ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. സോ വർക്ക് എനർജി പവറിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾ കൊളീഷൻ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് ഏതാണ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കട്ടെ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ എന്തായിരുന്നു കോൺസെപ്റ്റ് എന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യം എന്താ, രണ്ട് ബോഡികൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്, കൊളൈഡ് ചെയ്യുന്ന സമയത്ത് മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും, എന്നാൽ കൈനറ്റിക് എനർജി എന്തല്ല, കൺസേർവ്ഡ് അല്ല. മൊമെന്റം കൺസേർവ്ഡ് ആണ്, എന്നാൽ കൈനറ്റിക് എനർജി എന്തല്ല, ഈസ് നോട്ട് കൺസേർവ്ഡ് അല്ലേ. കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി എന്തല്ല, കൺസേർവ്ഡ് അല്ല. സോ ഈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ ആഫ്റ്റർ കൊളീഷൻ രണ്ട് ബോഡികൾ എന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ M1 മാസുള്ള ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, U1 സ്പീഡിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ M2 മാസുള്ള ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, U2 സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊളൈഡ് ചെയ്യുന്നു. ഇവർ തമ്മിൽ എന്ത് ചെയ്തു, കൊളൈഡ് ചെയ്തു. ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്തതിന് ശേഷം M1 മൂവ് ചെയ്യുന്ന സ്പീഡ് V1 ഉം അതേപോലെ M2 മൂവ് ചെയ്യുന്ന സ്പീഡ് V2 ആണ് നമ്മൾ പഠിച്ചിരിക്കുന്ന നോർമൽ കണ്ടീഷൻ. എന്നാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ പഠിച്ച കാര്യം എന്തായിരുന്നു, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ ഈ രണ്ടാളുകളും എന്ത് ചെയ്യും, ആഫ്റ്റർ കൊളീഷൻ രണ്ടാളും ഒരുമിച്ചിട്ട് ഒരേ വെലോസിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. സോ ആഫ്റ്റർ കൊളീഷൻ രണ്ടാളും ഒരുമിച്ചിട്ട് ഒരേ വെലോസിൽ മൂവ് ചെയ്യുന്ന നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഞാൻ പറയുന്നതേ ഉള്ളൂ, രണ്ടാളും ഒരുമിച്ച് ഒരേ വെലോസിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മൊമെന്റം കൺസർവേഷൻ നമ്മൾ എഴുതി നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടുക, ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ M1 U1 പ്ലസ്, ഇവിടെ മക്കളെ പറയണേ, M1 U1 പ്ലസ് M2 U2 is equal to M1ന്റെയും M2ന്റെയും വെലോസിറ്റി സെയിം ആണ്. സോ M1 പ്ലസ് M2 into V. സോ ഫൈനൽ വെലോസിറ്റി is equal to M1 U1 പ്ലസ് M2 U2 divided by M1 പ്ലസ് M2. M1 U1 പ്ലസ് M2 U2 divided by M1 പ്ലസ് M2. ദെൻ കൊളീഷന് ശേഷം ഉണ്ടാവുന്ന ഇയാളുടെ ഫൈനൽ എനർജി, വാട്ട് ഈസ് ഈ ഫൈനൽ എനർജി ഹിയർ? കൊളീഷന് ശേഷം ഉണ്ടാവുന്ന ഇയാളുടെ ഫൈനൽ എനർജി നോക്കുകയാണെങ്കിൽ ഇയാളുടെ ഫൈനൽ എനർജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോസ് പറയാം. കൊളീഷന് മുന്നേ ഉണ്ടാകുന്ന എനർജി ആയിരിക്കില്ല കൊളീഷന് ശേഷം ഉണ്ടാകുന്ന എനർജി. ദർ വിൽ ബി എ ലോസ് അല്ലേ. കൈനറ്റിക് എനർജി ഇസ് നോട്ട് കൺസേർവ്ഡ്. സോ ലോസ് ഓഫ് എനർജി ഡിക്കേഷൻ തരുന്നു, ഡെൽറ്റ കെ ഇസ് ഈക്വൽ ടു M1 M2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു അല്ലേ, M1 M2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു M1 പ്ലസ് M2 ഇൻറ്റു U1 മൈനസ് U2 ഹോൾ സ്ക്വയർ. ദിസ് ഇസ് ദ ലോസ് ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ രണ്ട് ബോഡികൾ തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ കൊളീഷൻ രണ്ടാളും ഒരുമിച്ച് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ചോദിച്ചാൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ എന്താ, M1 U1 പ്ലസ് M2 U2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. അതേപോലെ തന്നെ കൊളീഷന് ശേഷം ഉണ്ടാവുന്ന ഇയാൾക്ക് നഷ്ടപ്പെട്ട എനർജി, കൊളീഷന് മുന്നേ ഉണ്ടായ എനർജിയിൽ നിന്ന് കൊളീഷന് ശേഷം ഇയാൾ ഉണ്ടാവുന്ന എനർജി നോക്കുന്ന സമയത്ത് ചെറിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. ആ നഷ്ടപ്പെട്ട എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, M1 M2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു M1 പ്ലസ് M2 2 ഇൻറ്റു M1 പ്ലസ് M2 ഇൻറ്റു U1 മൈനസ് U2 ഹോൾ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ച് ഓർക്കുന്നുണ്ട്. സോ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ടോപ്പിക്കിൽ എടുക്കാൻ വേണ്ടി പോവാണ്. ഇറ്റ് ഈസ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഏതാ ടോപ്പിക് എന്ന് മനസ്സിലേക്ക് വന്നു? യെസ്, രണ്ട് ഡിസ്കുകൾ. ശരിക്കും നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. രണ്ട് ഡിസ്കുകൾ ഉണ്ട്. ഈ രണ്ട് ഡിസ്കുകൾ എന്ത് ചെയ്യാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് ഡിസ്കുകൾ എന്ത് ചെയ്യുക, ഇയാൾ ഈ ഒരു ω1 സ്പീഡിൽ ഇയാൾ കറങ്ങുന്നുണ്ട്, ഇയാൾ ഒരു ω2 സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I1 ആണ്, ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I2 ആണ്. സോ ഞാൻ പറയുകയാണ്, ഈ രണ്ടാളുകളെ ഞാൻ എന്ത് ചെയ്യുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ടാളുകളെയും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരുമിച്ചാക്കുന്നു. ഈ രണ്ടാളുകളെയും കറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ടാളുകളെയും ഞാൻ എന്ത് ചെയ്തു, ഒരുമിച്ചാക്കുന്ന സമയത്ത് ഇവർ രണ്ടാളും ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, ഒരേ വെലോസിൽ എന്ത് ചെയ്യുന്നു, കിടന്ന് കറങ്ങുന്നു. അപ്പോൾ രണ്ടാളുകൾ എന്ത് ചെയ്യുന്നു, ഒരാൾ ഇങ്ങനെ ω1 ഒരാൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒരാൾ ω2 കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇയാൾ ഡ്രോപ്പ് ചെയ്ത് രണ്ടാളും ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇയാളുടെ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ചോദിച്ചാൽ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷൻ, ഫൈനൽ വെലോസിറ്റി ഓഫ് വർക്ക് എനർജി പവറിൽ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അവിടുത്തെ ഇക്വേഷൻ എന്താ, M1 U1 പ്ലസ് M2 U2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ആണെങ്കിൽ ഇവിടെ ഡിസ്ക് രണ്ടെണ്ണം കടന്ന് കറങ്ങുന്ന സമയത്ത് രണ്ടും ഒരുമിച്ച് കോയിൻസൈഡ് ചെയ്തതിനു ശേഷം കറങ്ങുന്ന സ്പീഡ് ചോദിക്കുകയാണെങ്കിൽ സെയിം ഇക്വേഷൻ, പേരുകൾ മാത്രം മാറ്റാം. നമ്മൾ ഇവിടെ M1 U1 ആണ്,
M1ന്റെ സ്ഥാനത്ത് റൊട്ടേഷനിലേക്ക് വരുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആവുകയും സ്പീഡിന്റെ സ്ഥാനത്ത് ഒമേഗ ആയിട്ട് മാറുകയും ചെയ്യും. സോ ഇവിടെ ഉണ്ടാവുന്ന ഫൈനൽ ആംഗുലാർ വെലോസിറ്റി വിൽ ബി I1 omega1 plus I2 omega2 divided by I1 plus I2. I1 omega1 plus I2 omega2 divided by I1 plus I2. This is the final angular velocity. അതേപോലെ തന്നെ ഇയാൾ രണ്ടാളുകളും ഒരുമിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? There will be loss of energy. ആ ലോസിന് എനർജി എന്താ? സോ ലോസ് ഓഫ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഓ ഡെൽറ്റ കെ വടവർ എന്താന്ന് നിങ്ങൾ കൊടുക്കാം. സെയിം ഇക്വേഷൻ M1ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? I1 കൊടുക്കുക. M2ന്റെ സ്ഥാനത്ത് I2 കൊടുക്കുക. U1 U2ന്റെ സ്ഥാനത്ത് omega1 omega2 കൊടുക്കുക. വേറൊരു മാറ്റൂല മക്കളെ. സോ നമുക്ക് എന്ത് വരും? I1 I2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു I1 പ്ലസ് I2 ഇൻറ്റു omega1 മൈനസ് omega2 ഹോൾ സ്ക്വയർ. സോ ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ ലോസ് ഓഫ് എനർജി ഈസ് ഈക്വൽ ടു I1 I2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു I1 പ്ലസ് I2 ഇൻറ്റു omega1 മൈനസ് omega2 ഹോൾ സ്ക്വയർ. സോ മൂന്നാമത്തെ സെയിം മോഡൽ ഇക്വേഷൻ വരുന്ന എന്നാൽ ഡിഫറെന്റ് കോൺസെപ്റ്റ് ആയിട്ട് മൂന്നാമത്തെ ചാപ്റ്റർ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. സോ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അതായത് നമ്മുടെ രണ്ട് കപ്പാസിറ്റീസ് നമ്മൾ എന്ത് ചെയ്തു? ചാർജ് ചെയ്തു. ഒരു ബാറ്ററി ഉപയോഗിച്ച് നമ്മളൊരു കപ്പാസിറ്റർ ചാർജ് ചെയ്തു. ഇതിന്റെ ചാർജ് Q1 എന്ന് പറഞ്ഞാൽ C1 V1 ആണ്. അതേപോലെ വേറൊരു ബാറ്ററി ഉപയോഗിച്ച് ഞാൻ വേറൊരു കപ്പാസിറ്റർ ചാർജ് ചെയ്തു. അത് C2 V2 ആണ് അതിന്റെ ചാർജ്. ഇത് രണ്ടും നമ്മളൊരു പാരലൽ ഒരു വയർ വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിലൂടെ ചാർജ് ഫ്ലോ ഉണ്ടാവും until its potential becomes same. രണ്ടിന്റെയും പൊട്ടൻഷ്യൽ സെയിം ആവുന്നവരെ എന്ത് സംഭവിക്കും? ഈ രണ്ട് കപ്പാസിറ്ററിനും ചാർജ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആയി കഴിഞ്ഞാൽ ചാർജ് ഫ്ലോ സ്റ്റോപ്പ് ആവും. സോ പൊട്ടൻഷ്യൽ സെയിം ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇതിന്റെ കോമൺ പൊട്ടൻഷ്യൽ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? കോമൺ പൊട്ടൻഷ്യൽ V is equal to ഈ ഒരു പറയുന്ന നിങ്ങൾ ആലോചിച്ചാൽ മതി. ഫൈനൽ ആംഗുലർ വെലോസിറ്റി എന്താ? ഫൈനൽ വെലോസിറ്റി എന്താ? M1 U1 plus M2 U2 divided by M1 plus M2. കറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഡിസ്കിന്റെ ഈ ഫൈനൽ ആംഗുലർ വെലോസിറ്റി I1 omega1 plus I2 omega2 divided by I1 plus I2. ഇനി രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ അറിയോ? ടേമുകൾ ഓരോന്നും ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കണേ. C1 V1 plus C2 V2 divided by C1 plus C2. എല്ലാത്തിനും ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെ ഈ വയറിലൂടെ ചാർജ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ദർ വിൽ ബി ഹീറ്റ് ലോസ്. സോ എനർജി ലോസ് ഉണ്ടാവും. സോ എനർജി ലോസിന്റെ ഇക്വേഷൻ എന്താ? ഇവിടെ ഫസ്റ്റ് കേസിൽ എന്താ? M1 M2 divided by 2 into M1 plus M2 into U1 minus U2 whole square ആണ്. റൊട്ടേഷൻ മോഷൻ ഉണ്ടാവുന്ന രണ്ട് ആൾ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എനർജി ലോസ് എന്താ? I1 I2 divided by 2 into I1 plus I2 into omega1 minus omega2 whole square. അങ്ങനെയാണെങ്കിൽ രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന വയറിലൂടെ ഉണ്ടാവുന്ന എനർജി ലോസ് ചോദിച്ചാൽ C1 C2 M1 M2 I1 I2 C1 C2 divided by 2 into C1 plus C2 into V1 minus V2 whole square. ഇവിടെ ഇനി ഓരോ ടേമുകൾ എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഇവിടെ M1 M2 മാസ് ആണ്, U1 U2 സ്പീഡാണ്, ഇവിടെ I1 I2 മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്, omega1 omega2 ആംഗുലർ വെലോസിറ്റീസ് ആണ്, ഇവിടെ C1 C2 കപ്പാസിറ്റൻസ് ആണ്, V1 V2 പൊട്ടൻഷ്യൽ ആണ്. സോ ഇങ്ങനെ സിമിലർ ആവുന്ന സമയത്ത് ഒരേപോലെ നിങ്ങൾക്ക് മൂന്ന് ടോപ്പിക്കുകൾ എന്താണ്? ഒരേപോലത്തെ ടോപ്പിക്കുകളാണ്, ഒരേപോലത്തെ ഇക്വേഷൻസ് വരുന്ന മൂന്ന് ഡിഫറെന്റ് ടോപ്പിക്കുകളാണത്. സോ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഫെമിലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി ഈസി ആയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് കൂടി അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. ടു ഡിസ്ക് ഓഫ് സെയിം മൊമെന്റ് ഓഫ് ഇനേർഷ്യ rotating about their regular axis passing through center and perpendicular to the plane of the disc with angular velocities omega1 and omega2. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഡിസ്കുകളുണ്ട്. രണ്ട് ഡിസ്കുകൾ കറക്റ്റ് പെർപെൻഡിക്കുലർ ആക്സിൽ കടന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇയാൾ ഇങ്ങനെ കടന്ന് കറങ്ങുന്നത് omega1 omega2 സ്പീഡിൽ കടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെ കടന്ന് കറങ്ങുന്ന സമയത്ത് ദേ ആർ ബ്രോട്ട് ഇൻ കോൺടാക്ട് ഫേസ് ടു ഫേസ് കോയിൻസിഡന്റ് ഇൻ ദ ആക്സ് ഓഫ് റൊട്ടേഷൻ. രണ്ടാളും ഒരുമിച്ച് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് എനർജി ഡ്യൂറിംഗ് ദ പ്രോസസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച പ്രകാരം മൂന്ന് കോൺസെപ്റ്റുകളിലും ഒരേ മോഡൽ നമുക്ക് ഇക്വേഷൻസ് പേരുകൾ ടേമുകൾ മാറ്റിയിട്ടാണെങ്കിലും ഒരേപോലെ ഇക്വേഷൻസ് വരുന്നുണ്ട്. സോ ലോസ് ഓഫ് എനർജിയുടെ ഇക്വേഷൻ എന്താ? രണ്ട് ഡിസ്കുകൾ കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ I1 I2 divided by 2 into I1 plus I2 into omega1 minus omega2 whole square. നോർമലി ഒരേ ഡയറക്ഷനിലേക്ക് നമ്മൾ മനസ്സിലാക്കണം. ഡയറക്ഷൻ തിരിഞ്ഞാൽ സൈനിന്റെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. omega1 minus omega2 whole square ആണ്. സോ സെയിം മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ I സെയിം അല്ലേ? സോ I into I divided by 2 into I plus I 2I വരും into omega1 minus omega2 whole square വരും. അടുത്ത സ്റ്റെപ്പിൽ ഐയും ക്യാൻസൽ ചെയ്താൽ you will get I divided by 2 into 2 4 I by 4 into omega1 minus omega2 whole square. I by 4 means 1 by 4 into omega1 minus omega2 whole square. Option A. Same idea. Two objects of mass M1 is equal to 2 kg. അതേപോലെ M2 is equal to 3 kg. Collides perfectly inelastically. Perfectly inelastic collision ആണ്. So after collision രണ്ടാളുകളും ഒരുമിച്ച് മൂവ് ചെയ്യും. After collision
ദ പാർട്ടിക്കിൾസ് വെർ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് 0 റെസ്പെക്റ്റീവ്ലി ബിഫോർ കൊളീഷൻ. അപ്പോൾ ഒരാൾ 2 കിലോഗ്രാം മാസുള്ള ആളുടെ സ്പീഡ് u1ന്റെ വാല്യൂ 10 ആണെങ്കിൽ മറ്റേ ആൾ റെസ്റ്റിലായിരുന്നു അല്ലേ, 0-ലാണ്. അങ്ങനെയാണെങ്കിൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഇക്വേഷൻ ആണ്. ബഗൽ ലോസിന്റെ ഇക്വേഷൻ എന്താ? m1m2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയർ ആണ്. സോ ഇവിടെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് m1 എത്രയാണ്? m1 2 ആണ്, m2 3 ആണ്, ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 പ്ലസ് 3. u1 10 ആണ്, u2 0 ആണ്, 10 മൈനസ് 0 ഹോൾ സ്ക്വയർ ആണ്. അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു 2 ക്യാൻസൽ ചെയ്തൂടെ, 3 ഡിവൈഡ് ബൈ 2 പ്ലസ് 3 5 ആണ്. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 അല്ലേ. സോ ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 2 വരില്ലേ. ഇപ്പോൾ 20 ഇൻറ്റു 3 ദാറ്റ് വിൽ ഗിവ് 60 ജൂൾ എന്ന് വരും. 60 ജൂൾ. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. സോ സിമിലർ ഇക്വേഷൻ അല്ലേ, സിമിലർ ഇക്വേഷൻ ഒരേ ഒരു വേ ആണ്, പറയാനൊക്കെ ഒരേപോലെയാണ്, പക്ഷേ ടൈമുകൾ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഇയാളുടെ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഇൻറ്റു രണ്ടാളുകളുടെയും മാസ് m1 പ്ലസ് m2 ഇൻറ്റു v സ്ക്വയർ ആണ്. വാട്ട് ഈസ് v? v ഈസ് ദ കോമൺ ഫൈനൽ വെലോസിറ്റി ആണ്, രണ്ടാളുകൾ ഒരുമിച്ച് പോകുന്ന വെലോസിറ്റി ആണ് v. സോ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി വിൽ ബി എന്താ വരിക? അയാളുടെ ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു v സ്ക്വയർ ആണ്. അതേപോലെ തന്നെ ഇയാളുടെ ഫൈനൽ എനർജി നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഫൈനൽ എനർജി? ഫൈനൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഇനീഷ്യൽ എനർജി? ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു c1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു c2 v2 സ്ക്വയർ ആണ്. അതായത് ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം കൂടി എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിക്കേ. അതായത് ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി ഇക്വേഷൻ ഹാഫ് cv സ്ക്വയർ ആണ്. സോ ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജി ഹാഫ് c1 v1 സ്ക്വയർ ആണ്. ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജി ഹാഫ് c2 v2 സ്ക്വയർ ആണ്. സോ ഇനീഷ്യലി ഉണ്ടാവുന്ന ടോട്ടൽ എനർജി എന്താണ്? ഹാഫ് ഇൻറ്റു c1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു c2 v2 സ്ക്വയർ. ദെൻ വാട്ട് ഈസ് ഫൈനൽ എനർജി? രണ്ടാളുകളുടെയും പൊട്ടൻഷ്യൽ സെയിം ആയി. രണ്ടാളുകളുടെയും പൊട്ടൻഷ്യൽ സെയിം ആവുക എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിൽ എനർജി ചാർജ് c1 ഇൻറ്റു v ആയി. അതായത് ഈ കപ്പാസിറ്ററിലെയും ചാർജ് എന്തായി? c2 ഇൻറ്റു v ആയി. അതായത് കോമൺ പൊട്ടൻഷ്യലായി. രണ്ടാളുകളുടെയും പൊട്ടൻഷ്യൽ സെയിം ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് കപ്പാസിറ്ററിലെ ചാർജ് c1 v ആണ്, രണ്ടാമത്തെ കപ്പാസിറ്ററിലെ ചാർജ് c2 v ആണ്. സോ വാട്ട് ഈസ് ഫൈനൽ പൊട്ടൻഷ്യൽ, ഫൈനൽ എനർജി? ഹാഫ് ഇൻറ്റു c1 v സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു c2 v സ്ക്വയർ. സോ ഹാഫ് v സ്ക്വയർ കോമൺ ആക്കി എടുത്താൽ ഹാഫ് ഇൻറ്റു c1 പ്ലസ് c2 ഇൻറ്റു v സ്ക്വയർ, ഹാഫ് ഇൻറ്റു c1 പ്ലസ് c2 ഇൻറ്റു v സ്ക്വയർ, ഹാഫ് ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു v സ്ക്വയർ, ഹാഫ് ഇൻറ്റു c1 പ്ലസ് c2 ഇൻറ്റു v സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് ഇനീഷ്യൽ എനർജി, ഇതാണ് ഫൈനൽ എനർജി. ഇനീഷ്യൽ നിന്ന് ഫൈനൽ കുറച്ചാൽ നിങ്ങൾ കിട്ടുന്ന ഇക്വേഷൻ അത് ലോസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഞാനിവിടെ ഒരു PYQ ചോദ്യം നിങ്ങൾ കാണിക്കാം, അതുകൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, ചോദ്യം ഇതാണ്: ടു ഐഡന്റിക്കൽ കപ്പാസിറ്റൻസ് C1 ആൻഡ് C2 ഓഫ് ഈക്വൽ കപ്പാസിറ്റൻസ് ആർ കണക്റ്റഡ് ആസ് ഷോൺ ഇൻ ദ സർക്യൂട്ട്. സോ രണ്ട് ഐഡന്റിക്കൽ കപ്പാസിറ്റൻസ് കണക്ട് ചെയ്ത രീതി ഇങ്ങനെയാണ്. ഒരു കപ്പാസിറ്റർ C1, അടുത്ത കപ്പാസിറ്റർ C2. ഇത് കപ്പാസിറ്റർ അല്ല, ഇത് ബാറ്ററിയാണ്. എന്നിട്ട് പറയുന്നത് എന്താ? ടെർമിനൽസ് A ആൻഡ് B ഓഫ് ദ കീ K ആർ കണക്റ്റഡ് ടു എ ചാർജ് ഓഫ് കപ്പാസിറ്റി C1 യൂസിങ് എ ബാറ്ററി ഓഫ് EMF V വോൾട്ട്. അതായത് ഈ ഒരു ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെർമിനൽ ആദ്യം കണക്ട് ചെയ്തു. ഈ ടെർമിനൽ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ കപ്പാസിറ്റർ V എന്നുള്ള ബാറ്ററിയുമായിട്ട് കണക്ട് ആണ്. സോ ഈ ബാറ്ററി V എന്നുള്ള പൊട്ടൻഷ്യൽ വന്നാൽ ഈ കപ്പാസിറ്ററിൽ എന്ത് ചെയ്യും? ചാർജ് സ്റ്റോർ ചെയ്യപ്പെടും. സോ ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജ് എന്ന് പറഞ്ഞാൽ C1 ഇൻറ്റു V ആണ്. ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജ് C1 V ആണ്. അപ്പോൾ ഇനീഷ്യലി ഈ ഒരു കപ്പാസിറ്റർ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇയാളുടെ പൊട്ടൻഷ്യൽ എത്രയാണ്? V2 0 ആണ്. സോ ഇയാളുടെ V1 എത്രയാ? ഇയാളുടെ V1 എന്ന് പറഞ്ഞാൽ V ആണ്. അതായത് ഈ കപ്പാസിറ്റർ മാത്രമേ നമ്മൾ ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നുള്ളൂ. ഇവനെ നമ്മൾ ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നില്ല ഇനീഷ്യലി. ഈ ചാർജ് ചെയ്ത ഇവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് കഴിഞ്ഞ ശേഷം ഇവനുമായിട്ട് കണക്ട് ചെയ്തു. എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇയാളുടെ ഇനീഷ്യൽ എനർജി എന്താ? വാട്ട് ഈസ് ഇയാളുടെ ഇനീഷ്യൽ എനർജി? ഇയാളുടെ ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു C1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു C2 v2 സ്ക്വയറിൽ ഈ ഇനീഷ്യലി ഇയാൾക്ക് ബാറ്ററി കൊടുക്കുന്നുണ്ടില്ല. അയാൾക്ക് ചാർജ് ഉണ്ടോ? ഇല്ല. V2ൻ്റെ വാല്യൂ എന്താ? 0 ആണ്. സോ ഹാഫ് ഇൻറ്റു രണ്ടാളുകളുടെയും C1 C2 ഈക്വൽ ആയതുകൊണ്ട് C1ന് C കൊടുക്കാം, V1 B കൊടുക്കാം. ഇവിടെ V2 നമ്മൾ ബാറ്ററി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അൺചാർജ്ഡ് ആണ്. ചാർജ് കൊടുക്കാത്തത് കൊണ്ട് ഇതിൻ്റെ V2 വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് ഈ ടൈം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ഇയാളുടെ ഇനീഷ്യൽ എനർജി. ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണത്? വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ലോസ് ഓഫ് എനർജി? ഇയാളുടെ പെർസെൻറ്റേജ് ലോസ് ഓഫ് എനർജിയാണ്. അപ്പോൾ ലോസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലേ. എന്താ ലോസിൻ്റെ ഇക്വേഷൻ? നമ്മൾ ഇതേ മോഡൽ ഇതാ തൊട്ട് മുന്നേ ലോസ് കണ്ടുപിടിച്ചു. രണ്ട് കേസുകൾ നമ്മൾ ലോസ് കണ്ടുപിടിച്ചു. അതേപോലെ ഇവിടെയും നമുക്ക് ലോസിൻ്റെ ഇക്വേഷൻ എന്താ? ലോസിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ U എന്ന് പറഞ്ഞാൽ C1 C2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ V1ൻ്റെ വാല്യൂ V ആണ്, V2ൻ്റെ വാല്യൂ 0 ആണ്. നമുക്ക് വാല്യൂ കൊടുക്കാം.
സോ വാട്ട് ഈസ് C1? C1 C ആണ്, C2 C ആണ്, 2 ഇൻറ്റു C പ്ലസ് C 2C ആണ്. V1 V ആണ്, V2 0 ആണ്. അപ്പോൾ V സ്ക്വയർ എന്ന് വരും അല്ലേ. V1 മൈനസ് 0 V1 ആണ്, V1 മൈനസ് 0 സോറി V1 ന് V കൊടുക്കാം, V മൈനസ് 0 V ആണ്, അപ്പോൾ V സ്ക്വയർ വരും. വേണമെങ്കിൽ നമുക്കിതാ ഈ ഒരു സിയും ഈ ഒരു സിയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെൽറ്റ യു is equal to ഹാഫ് ഇൻറ്റു ഹാഫ് CV സ്ക്വയർ എഴുതി കൂടെ. അതായത് ഈ ഒരു ഹാഫ് ഇവിടെ നിൽക്കട്ടെ, ഈ CV സ്ക്വയർ ബൈ 2 ഈ CV സ്ക്വയർ ബൈ 2 എഴുതി കൂടെ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ, ഇനീഷ്യലി ഉണ്ടായ എനർജിയുടെ എത്രത്തോളമാണ് പെർസെൻറ്റേജ് ലോസ് എന്ന്. പെർസെൻറ്റേജ് ലോസ് എന്താ? പെർസെൻറ്റേജ് ലോസ് ഡെൽറ്റ യു ഡിവൈഡ് ബൈ യു ഇൻറ്റു 100 ആണ്. നഷ്ടപ്പെട്ടത് ഡിവൈഡ് ബൈ ഒറിജിനൽ. ഇനീഷ്യലി ഉണ്ടായത് ഇൻറ്റു 100 ആണ്. എന്ത് ഇനീഷ്യൽ ഡെൽറ്റ യു ഡിവൈഡ് ബൈ യു ഇൻറ്റു 100 അതാണ് പെർസെൻറ്റേജ് ലോസ്. ഡെൽറ്റ യു ഡിവൈഡ് ബൈ യു ഇൻറ്റു 100 ആണ് എന്ത് പെർസെൻറ്റേജ് ലോസ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ യു അറിയാം. എന്തായിരുന്നു യു ഇനീഷ്യൽ? യു ഇനീഷ്യൽ ഹാഫ് CV സ്ക്വയർ അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഹാഫ് CV സ്ക്വയർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഉണ്ട്. സോ ഡെൽറ്റ യു is equal to ഹാഫ് ഇൻറ്റു യു ഇനീഷ്യൽ വരും. നമുക്ക് വേണ്ടത് ഡെൽറ്റ യു ബൈ യു ഇനീഷ്യൽ അല്ലേ. സോ ഡെൽറ്റ യു ഡിവൈഡ് ബൈ യു ഇനീഷ്യൽ is equal to 1/2. ഇതിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ യു ഡിവൈഡ് ബൈ യു ഇൻറ്റു 100 is equal to 1/2 ഇൻറ്റു 100. 1/2 ഇൻറ്റു 100 എത്രയാ? 50 അല്ലേ. സോ 50% is the റൈറ്റ് ആൻസർ. ഈ ഒരു മോഡൽ ചോദ്യം കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സോ ലോസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇനീഷ്യൽ എനർജി കൊണ്ടുവന്നു, അതിൻ്റെ റേഷ്യോ എടുത്ത് ചെയ്തു. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് നല്ല വൃത്തിയിൽ ഇത് ഈ 3 ടോപ്പിക് എന്നും ചോദ്യം വരാം. ഈ 3 ടോപ്പിക്കിൻ്റെയും പ്രത്യേകത എന്താ? 3 ടോപ്പിക്കിൻ്റെയും ഇക്വേഷൻ്റെ പാറ്റേൺ എന്താണ്? ഒരേപോലെയാണ് ഇക്വേഷൻ പാറ്റേൺ. അതുകൊണ്ട് തന്നെ വർക്ക് എനർജി പവർ, റൊട്ടേഷൻ മോഷൻ്റെ ഡിസ്ക് റൊട്ടേഷൻ, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ കപ്പാസിറ്റർ കപ്പാസിറ്ററിലെ പാരലൽ ഉണ്ടാവുന്ന കണക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കോമൺ പൊട്ടൻഷ്യൽ റിലേറ്റഡ് ചോദ്യങ്ങൾ. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഏരിയ ഒന്നും കൂടി എന്ത് ചെയ്യുക? സ്ട്രോങ് ആക്കാം. സോ അടുത്ത ഇതുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ഡേയിൽ കാണാം. അതുവരെയും താങ്ക് യു. മകളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.